ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട്, റവ കൊണ്ട് ഉണ്ടാക്കുന്നത്. റൈസിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയൊന്നുമല്ല കേട്ടോ, വറുക്കാത്ത റവ തന്നെയാണ്. അതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കട്ട തൈരാണ് ഒഴിക്കുന്നത്, എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഉപ്പ് എത്തുന്നത് പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കും. ഇഞ്ചി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ഇഞ്ചിയുടെ ആ ഫ്ലേവർ എല്ലായിടത്തും എത്തണം. കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ അത് ഒന്ന് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലേക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഇതിൽ ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ ഈനോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈനോ ആണ് ഇട്ട് കൊടുത്തത്. മറ്റേ അപ്പക്കാരം ഇട്ട് കൊടുത്താൽ എന്താണെന്നറിയോ, കുറച്ച് സോഫ്റ്റ് കുറവുണ്ടാവും. പക്ഷേ ഈനോ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫ്ലഫിനെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈനോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഞാൻ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്, കേക്കിൻ്റെ മോൾഡ്. സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതിൽ എണ്ണ ഒഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് മാവ് പോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോഴും ചെറിയൊരു സ്പൈസി ഉണ്ടാവും. അതിന് വേണ്ടി അത് ഇട്ട് കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ട്, ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമ്മൾ ആക്കി വെച്ച ബാറ്ററി ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ ഒട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആയി എന്നാണ് അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് മാറ്റാം. ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു താളിപ്പ് ഒഴിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമ്മളെ ആക്കി വെച്ചില്ലേ ആ റവയുടെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പൂണും കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. രാവിലെ നമ്മൾ തിരക്കിട്ട പണിയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ടല്ലോ, വേഗം സ്റ്റീം ചെയ്യാൻ വെച്ചാൽ മതി. വേഗം തന്നെ പണി കഴിയുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഇത് ഇഷ്ടമാണ് കേട്ടോ, വെറുതെ കഴിക്കാനും നല്ല ഇഷ്ടമാണ്. അവർ കഴിച്ചോളും, ഇത് നന്നായിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്നി തയ്യാറാക്കണം. ചട്നിയല്ല, ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കടല കേട്ടോ, നിലക്കടല, വറുത്ത നിലക്കടല ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് വേണം അരയ്ക്കാൻ. അത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചൊഴിച്ചിട്ട് അതാണ് ഇതിൻ്റെ സൈഡ് ഡിഷ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഞങ്ങളിതെല്ലാം കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാനിതെല്ലാം ഒന്ന് അടുക്കി പെറുക്കുന്നത്. കാരണം ഞാൻ എണീക്കുമ്പോൾ മക്കൾ എണീറ്റിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ മക്കളൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും വീടെല്ലാം വൃത്തിയാക്കുന്നത്. മക്കളും എൻ്റെ കൂടെ ചെറിയ സ്കൂളില്ലെങ്കിൽ അവരുടെ രൂപത്തിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളെ മടിയന്മാരാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോണ് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ബോധോദയം വന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. അതിലിങ്ങനെ തോണ്ടി നമ്മൾ എത്ര സമയമാണ് കളയുന്നതെന്ന് പിന്നെയാണ് കേട്ടോ തിരിച്ചറിവ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് വീടൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വേറെ ഒന്നുമില്ല, ചെറിയ പ്ലെയിൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അരി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായി വാഷ് ചെയ്തിട്ട് 3-4 തവണ വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്യാൻ വെക്കാൻ. അപ്പോഴാണ് അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും കേട്ടോ. ഞാനത് കഴുകി കഴിഞ്ഞിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. ഇതിലേക്ക് 2 ഉള്ളി നൈസായി അരിഞ്ഞത് വേണം കേട്ടോ. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് വേണം.
പെട്ടെന്ന് എളുപ്പത്തിൽ മക്കളുള്ളതല്ലേ, അതുകൊണ്ട് അവർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, ചിക്കൻ ഇല്ല. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 3-4 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ ആ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ഇത്തിരി സ്പൈസി ബിരിയാണി കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറവാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായി വഴണ്ടണം കേട്ടോ. ആ തക്കാളിയൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് സോഫ്റ്റായി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ, വേറെ പണിയൊന്നുമില്ല. ലഞ്ച് ബോക്സ് ആയിട്ടും കുട്ടീസിന് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഒക്കെ പറ്റുന്ന റെസിപ്പി ആട്ടോ. അതിന് ഒരു കൈപ്പിടി അളവിൽ പുതിന ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അത്രയും അളവിൽ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായി ഒന്ന് ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ബിരിയാണി. മക്കൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിൽ 1.5 കപ്പ് അളവിലാണല്ലോ റൈസ് എടുത്തത്. അപ്പോൾ 3 കപ്പ് അളവിൽ, അതേ കപ്പിന് 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ച് സോക്ക് ചെയ്ത റൈസ് വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇത് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുത്തിട്ട് വിസിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കേട്ടോ സിമ്മിൽ വെച്ചിട്ട് 15 മിനിറ്റ് വെച്ചാൽ നമുക്ക് ഈ ബിരിയാണി റെഡിയായി കിട്ടും. അപ്പോൾ ബിരിയാണി അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങാമെന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി ഞാൻ അതെല്ലാം ആക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതെല്ലാം മേലെ വന്ന് നിന്നിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു 1 പോട്ട് ബിരിയാണി പെട്ടെന്ന് ആക്കാമെന്ന് പറഞ്ഞാൽ അത് നല്ലത് തന്നെയല്ലേ. രാവിലത്തെ തിരക്കിലൊക്കെ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ല മണമുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് വെച്ചത് ഒരു മുട്ടയും പിന്നെ കുറച്ച് സലാഡ് മാത്രമാണ് കേട്ടോ. അത് മാത്രം മതി ഇത് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. കുട്ടീസിനൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൽ അവർ മുഴുവനും കഴിച്ചിട്ട് വരും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇച്ചിരി സ്പൈസി ആണെന്നേ ഉള്ളൂ, അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.